കടത്തിൽ മുങ്ങി പാകിസ്ഥാൻ. ഇറാൻ US ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നതിന്റെ പേരിൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. കാരണം ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും IMFന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ഗതികേടിലേക്കാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം പാകിസ്ഥാൻ ഇതിനോടകം തന്നെ കടം കയറി മുടിയുകയാണ്. 81.93 ലക്ഷത്തിലധികം, അതായത് 81.93 ലക്ഷം കോടി രൂപയെ അടുപ്പിച്ചിപ്പോൾ കടമുണ്ടായിരിക്കുകയാണ്. ഏപ്രിലിൽ മാത്രം കൂടിയിരിക്കുന്നത് 1.4 ലക്ഷം കോടി രൂപയാണ്. അതായത് ഇപ്പോഴത്തെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 10 മാസത്തിൽ പൊതുകടത്തിൽ ഉണ്ടായത് 4 ലക്ഷം കോടി രൂപയുടെ വർധനവാണ് എന്നതാണ് ഇവിടെ കണക്കുകൾ പറയുന്നത്. ഇതിൽ 3.6 ലക്ഷം കോടി രൂപയും ആഭ്യന്തര വായ്പയാണ്. ബാക്കി 40,000 കോടി രൂപ വിദേശ വായ്പയും കൂടിയാണ്. ഇതോടുകൂടി തന്നെ ഈ കടം എങ്ങനെ പാകിസ്ഥാൻ വീട്ടുമെന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം. എന്നാൽ ഇതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്തെന്നാൽ ഈ കടങ്ങളെല്ലാം തന്നെ തീർക്കാൻ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇറാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാൻ തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. US, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി തന്നെ അടുക്കുന്നത് പോലും സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുമെന്നതായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത്. സമാനമായ പ്രതിസന്ധികളിൽ നേരത്തെയും പാകിസ്ഥാൻ സാമ്പത്തിക നേട്ടം അവിടെ വലിയ രീതിയിൽ അത്തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അഫ്ഗാനിലെ US യുദ്ധം ഉദാഹരണമായി തന്നെ പറയാം. 2002നും 2017നും ഇടയിൽ തന്നെ 3,400 കോടി ഡോളറാണ് പാകിസ്ഥാൻ നേടിയത്. പിന്നീട് 2018 ട്രംപ് പ്രസിഡന്റ് ആയതോടുകൂടി തന്നെ ഈ സഹായം റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത്. സാമ്പത്തിക വിദഗ്ധരുടെയും IMF പോലുള്ള ഏജൻസികളുടെയും മുന്നറിയിപ്പുകളെ മറികടന്നുള്ള കടമെടുപ്പാണ് ഇത്രയും വായ്പ വർദ്ധിക്കാൻ കാരണമായത്. സാമ്പത്തിക പ്രതിസന്ധിയായ പാകിസ്ഥാൻ നിലവിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ യുദ്ധം കൂടി എത്തിയതോടുകൂടി പാകിസ്ഥാന്റെ നില കൂടുതൽ പരിങ്ങലിലായി. ക്രൂഡ് ഓയിൽ അവിടെ ലഭിക്കാതെ വന്നതോടുകൂടി തന്നെ രാജ്യത്ത് വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടായത്. ഇന്ധനവില വർദ്ധിച്ചതും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമാണ് പാകിസ്ഥാനെ ഇതിൽ നിന്ന് കൂടുതലായി തന്നെ പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ നയിച്ചിരിക്കുന്നത്. അതേസമയം 2026 മാർച്ച് വരെയുള്ള പാകിസ്ഥാന്റെ കടബാധ്യത 9,220 കോടി ഡോളറാണ് എന്നതാണ് അടുത്തിടെ പുറത്തിറങ്ങിയ എക്കണോമിക് സർവേ പറയുന്നത്. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് പാകിസ്ഥാനിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മാർച്ച് വരെ 36.4 കോടി ഡോളറാണ് കടബാധ്യത വർദ്ധിച്ചത്. ആകെ കടത്തിൽ 8,226 കോടി രൂപയും സർക്കാരിന്റെ ആഭ്യന്തര കടത്തിന്റെ അല്ലെങ്കിൽ ആ കടമെടുപ്പിന്റെ ഭാഗമാണ്. IMFൽ നിന്ന് ലഭിച്ച വായ്പ 9,089 കോടി ഡോളറാണ് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആകെ കടത്തിന്റെ 11%. അതേപോലെ തന്നെ അവിടെ വലിയ രീതിയിൽ ലോക ബാങ്ക് തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് 4,248 കോടി ഡോളറാണ് പാകിസ്ഥാന് കൊടുത്തു തീർക്കാനുള്ളത്. ആകെ ആഭ്യന്തര കടത്തിന്റെ 46%. കൂടാതെ തന്നെ പാരീസ് ക്ലബ് രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പ 549.7 കോടി ഡോളറായി തന്നെ ഉയർന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നതിനായി തന്നെ രൂപീകരിച്ച 22 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു പാരീസ് ക്ലബ്ബ്. എന്നാൽ ഇതിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങൾക്ക് 1,925 കോടി ഡോളർ ഇവിടെ നൽകാനുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴേക്കും പാകിസ്ഥാൻ ആകട്ടെ കടത്തിൽ മുങ്ങി ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് മുന്നിൽ അവർ നിൽക്കുകയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.